മക്കളെ, നമ്മുടെ 9ാം ക്ലാസ് ഫസ്റ്റ് ചാപ്റ്റർ 2 ലൈഫ് പ്രോസസ്സിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് എന്തിനാണ് ലൈഫ് പ്രോസസ്സുകൾ, എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡി ലിവിങ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ലിവിങ് ഓർഗാൻസും പ്രൈമറി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രഥമമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളെയാണ് എന്ന്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് പ്ലാന്റ്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമുക്ക് ഷെൽട്ടർ തരുന്നുണ്ട്, നമുക്ക് ഫുഡ് തരുന്നുണ്ട്, എയർ നമുക്ക് തരുന്നുണ്ട്. അപ്പം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഒക്കെ നമുക്ക് പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊന്നാണ്, എന്താണ് പ്ലാന്റ്സിൻ്റെ ഇക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ മാംഗ്രൂവ്സ് അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇത് പറയുന്നുണ്ട്, നമ്മുടെ പ്രകൃതിയുടെ വരദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്ന്. അപ്പം കൂടുതലായിട്ടും ഈ കടലും അതുപോലെ തന്നെ കായലും ചേരുന്ന ഭാഗത്ത് സോൾട്ട് വാട്ടറിലാണ് ഈ മാംഗ്രൂവ്സ് വളരാറുള്ളത്. നമുക്ക് കോഴിക്കോടുള്ളവർക്ക് കടലുണ്ടിയൊക്കെ ചെന്ന് കണ്ടിട്ടുണ്ടോ? വലിയൊരു കണ്ടൽ വനമൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് ഇവർ ഇത്രയും ഇമ്പോർട്ടൻ്റ് അത് പറയാനുള്ള കാരണം എന്നാണ്. ഒന്ന് നമുക്കറിയാം, കേരളത്തിൽ ഏകദേശം 43 സ്പീഷീസിലധികം മാംഗ്രൂവ്സുകളുണ്ട്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5 പോയിന്റ് ആണ്. ഈ 5 പോയിന്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. മാംഗ്രൂവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടൽക്കാട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്നത്, ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത്, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്. മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം എന്നാണ് നമ്മുടെ കണ്ടൽക്കാട് അറിയപ്പെടുന്നത്. അത്രയും റിച്ച് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഫിഷസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. രണ്ടാമത്തേത്, സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു വലിയ കലവറയാണ് ബയോഡൈവേഴ്സിറ്റി. പലതരത്തിലുള്ള അക്വാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, പ്ലാന്റ്സുകളുണ്ട്, ബേർഡ്സുകളുണ്ട്. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ ഒരു കണ്ടൽക്കാട് എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിലാണ്. അതായത് നമ്മുടെ തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കാൻ ഇത് സഹായിക്കും. കാരണം കണ്ടൽക്കാടുകൾക്ക് ഒരു ന്യൂമെറ്റഫോർ എന്ന് പറയുന്ന റൂട്ടുകളുണ്ട്. ആ വേര് നല്ല രീതിയിൽ മണ്ണിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നതുകൊണ്ട് തന്നെ ആ മണ്ണ് എന്ത് ചെയ്യുന്നു, ഒലിച്ചു പോയില്ല. അപ്പം മണ്ണ് സംരക്ഷിക്കാൻ, തീരദേശത്തെ മണ്ണ് സംരക്ഷിക്കാൻ കണ്ടൽ വനം സഹായിക്കും. ഇറ്റ് ഡിഫെൻഡ്സ് അഗെയിൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് ബൈ അബ്സോർബിംഗ് 4 to 5 times more കാർബൺ ഡൈ ഓക്സൈഡ് കമ്പയർഡ് ടു എവർഗ്രീൻ ഫോറസ്റ്റ്. നമ്മൾ മറ്റ് ഫോറസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവർ എത്രത്തോളം അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ മൂലം ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഒരു പരിധി വരെ തടയാൻ നമ്മുടെ മാംഗ്രൂവ് ഫോറസ്റ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് പോയിന്റ് ആണ് പ്രിവെൻഷൻ ഓഫ് സുനാമി. സുനാമി തടയുന്നു. അതായത് ഈ പറയുന്ന വേരുകൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ സുനാമി വരുന്നത് വലിയൊരു തടയാൻ വേണ്ടി നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്, കണ്ടൽക്കാടുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൽക്കാടുകളുടെ ഇമ്പോർട്ടൻസ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ കല്ലേൽ പൊക്കുടൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ വെച്ചിട്ടായിരിക്കാം ചിലപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായാലും പഠിക്കുക. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വിഷ് യു ഓൾ ദി വെരി മച്ച്.